ദേശീയ ബാങ്കിംഗ് മേഖലയിൽ നാഷണലൈസ്ഡ് ബാങ്കുകളോട് കിടപിടിക്കുന്ന രീതിയിൽ വളരുവാൻ KSFEക്ക് സാധിച്ചത് സംശുദ്ധമായ ഇടപാടുകൾ കാരണമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. SNDP യോഗം ധ്യാന മന്ദിരത്തിൽ KSFE ഡയമണ്ട് ചിട്ടി നറുക്കെടുപ്പ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 1 ലക്ഷം കോടി ടേൺ ഓവറാണ് KSFE ലക്ഷ്യം വെക്കുന്നത്. 940 കോടി രൂപയുടെ വരുമാനം ഡയമണ്ട് ചിട്ടികൾ വഴി നേടാൻ സാധിച്ചു. 46 ലക്ഷത്തിലധികം പേർ ഇടപാടുകാരായിട്ടുള്ള സ്ഥാപനമാണ് KSFE. കഴിഞ്ഞ 3 വർഷക്കാലം ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി നൽകിയ സ്ഥാപനവും KSFE ആണ്. സാമ്പത്തിക തൊഴിൽ മേഖലയിൽ കേരളത്തിന്റെ നെടുന്തൂണായി വളരാൻ KSFEക്ക് ഇതിലൂടെ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. 25 ലക്ഷം രൂപയോ തത്തുല്യമായ ഡയമണ്ട് ആഭരണങ്ങളോ ലഭിക്കുന്ന ഡയമണ്ട് ചിട്ടി തൃശൂർ ജില്ലയിലെ പെരിങ്ങനം ബ്രാഞ്ചിലെ EM ആദർശനാണ് ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ബ്രാഞ്ചിലെ അംഗമായ സരസനാണ് 15 ലക്ഷം രൂപയോ തത്തുല്യമായ ഡയമണ്ട് ആഭരണങ്ങളോ ലഭിക്കുന്ന ഡയമണ്ട് ചിട്ടി 2.0 വിജയികളെ മന്ത്രി നേരിട്ട് ഫോൺ വഴി സമ്മാനലബ്ധി അറിയിച്ചു. M നൌഷാദ് MLA അധ്യക്ഷനായിരുന്നു. അടുത്ത 2 മാസത്തേക്ക് ആശ്വാസം എന്ന് പറഞ്ഞ പദ്ധതി, കുറച്ച് കടം അല്ലെങ്കിൽ ചിട്ടി എടുത്തതിൻ്റെയൊക്കെ ചില അടവൊക്കെ ഉള്ളവർക്ക് ഉള്ള നടപടികൾ പരിഹരിക്കാൻ അത് അടച്ചു തീർത്ത് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി ഇപ്പോൾ KSFE വീണ്ടും ആലോചിക്കുന്നുണ്ട്. അത് 2 മാസം കൂടി അത് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചു വന്നിട്ടുള്ളത്. KSFE ചെയർമാൻ K വരദരാജൻ, KSFE അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.